നമസ്കാരം. കുറ്റകൃത്യങ്ങളുടെയും നിയമലംഘനങ്ങളുടെയും നീതി നിഷേധങ്ങളുടെയും സത്യാവസ്ഥകൾ തേടിക്കൊണ്ട് പോലീസ് ഫയൽസ് ആരംഭിക്കുന്നു. കുപ്രസിദ്ധ കുറ്റവാളി ആഡ് ആന്റണി പിടിയിൽ. ആന്റണിക്ക് DNA പരിശോധന. ആഡ് ആന്റണി ഒളിവിൽ കഴിഞ്ഞത് തിരുപ്പൂരിൽ. ലക്ഷക്കണക്കിന് രൂപയുടെ മോഷണം മുതൽ കണ്ടെടുത്തു. മൂന്ന് പേരെ തീവെച്ച് കൊന്ന പ്രതിക്ക് വധശിക്ഷ. ശിക്ഷ വിധിച്ചത് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി. ഇടമലയാർ ആനവേട്ട കേസ്. 20 കോടിയുടെ ആനക്കൊമ്പ് കോടതിയിൽ ഹാജരാക്കി. പോലീസ് ഫയൽസ് വിശദമായി. കുപ്രസിദ്ധ കുറ്റവാളി ആഡ് ആന്റണി പോലീസ് പിടിയിലായി. കൊല്ലത്ത് പോലീസുകാരനെ കൊന്ന കേസിലെ പ്രതിയും പിടികിട്ടാപ്പുള്ളിയുമായിരുന്ന ആന്റണിയെ പാലക്കാട് ഗോപാലപുരത്തെ ഭാര്യ വീട്ടിൽ നിന്നാണ് പിടികൂടിയത്. ചിറ്റൂർ ഗോപാലപുരം ചെക്ക് പോസ്റ്റിന് സമീപമുള്ള ഭാര്യ വീട്ടിലെത്തിയ ആന്റണിയെ ജില്ലാ ക്രൈം സ്ക്വാഡും സ്പെഷ്യൽ ബ്രാഞ്ചും ചേർന്നാണ് പിടികൂടിയത്. വീട്ടിലേക്ക് കയറുമ്പോഴായിരുന്നു അറസ്റ്റ്. പാലക്കാട്ടെ മറ്റൊരു ഭാര്യയിലുള്ള മകനെ കാണാനെത്തിയതായിരുന്നു ആന്റണി. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ML സുനിൽകുമാർ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. ജില്ലാ പോലീസ് മേധാവി N വിജയകുമാർ നേതൃത്വത്തിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു. മോഷണം, കൊലപാതകം എന്നിവയുൾപ്പെടെ 200-ലധികം കുറ്റകൃത്യങ്ങളിലെ പ്രതിയാണ്. ആന്റണി വർഗീസ് എന്നാണ് യഥാർത്ഥ പേര്. പ്രത്യേക പോലീസ് സംഘം ചെന്നൈ, കോയമ്പത്തൂർ, സേലം, ഈറോഡ്, കുടക്, മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ആന്റണിയുടെ പോസ്റ്റർ പതിച്ചിരുന്നു. ഓരോ സ്ഥലത്തെയും പോലീസിനും ഓട്ടോ ഡ്രൈവർമാർക്കും പ്രത്യേക നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഒടുവിൽ ആന്റണിയെ കുടുക്കിയത്. 2012 ജൂൺ 25-ന് കൊല്ലം പാരിപ്പള്ളിയിൽ വാഹന പരിശോധനയ്ക്കിടെ ഒരു വാനിൽ നിറയെ മാരകായുധങ്ങളുമായി വന്ന ആഡ് ആന്റണിയെ കസ്റ്റഡിയിലെടുക്കുകയും ജീപ്പിൽ കയറ്റുന്നതിനിടെ ASI ജോയ്, ഡ്രൈവർ മണിയൻപിള്ള എന്നിവരെ കുത്തി രക്ഷപ്പെടുകയുമായിരുന്നു. കുത്തേറ്റ മണിയൻപിള്ളയെ ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. കൊലയ്ക്ക് ശേഷം ആന്റണി മുങ്ങുകയായിരുന്നു. മുംബൈ, കർണാടക, ഡൽഹി, നേപ്പാൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് സംഘം പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഒടുവിൽ ആന്റണിയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ പോലീസ് പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. ആഡ് ആന്റണിയുടെ ചെന്നൈ ബന്ധം അക്ഷരാർത്ഥത്തിൽ ആരെയും അതിശയിപ്പിക്കുന്നതാണ്. കോയമ്പത്തൂരിലും മധുരയിലുമൊക്കെ രഹസ്യ സങ്കേതങ്ങളുണ്ടെങ്കിലും ആഡ് ആന്റണി ചെന്നൈയിലാണ് കൂടുതലായി താമസിച്ചിരുന്നത്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ആഡ് ആന്റണി മോഷ്ടാക്കളുടെ ഒരു സൗഹൃദ വലയത്തിലാണെന്ന് അഭ്യൂഹം പരന്നിരുന്നു. ഇയാളുടെ മാതാവരത്തെ വാടക വീട് ആരെയും അതിശയിപ്പിക്കുന്നതാണ്. കമ്പ്യൂട്ടറുകളും മുന്തിയ ഗൃഹോപകരണങ്ങളും കൊണ്ട് നിറഞ്ഞ വീട് പോലീസ് സംഘത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ 20 വർഷമായി ചെന്നൈയിലെ പല സ്ഥലങ്ങളിലും ഇയാൾ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ മുക്കുമൂലയും ഈ മോഷ്ടാവിന് സുപരിചിതമാണ്. സമീപകാലത്ത് താമസിച്ചുവന്ന 7ഓളം വീടുകളുടെ വിവരങ്ങൾ പോലീസ് സംഘം ശേഖരിച്ചിരുന്നു. ഇവിടെയും വ്യത്യസ്ത പേരുകളിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. മോഷണവുമായി ബന്ധപ്പെട്ട് ആന്റണിക്കെതിരെ നിരവധി കേസുകളുണ്ട്. തമിഴ്നാട് പോലീസിന്റെ പിടിയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും സുരക്ഷിത താവളമായി ചെന്നൈ തിരഞ്ഞെടുക്കാനുള്ള കാരണം അജ്ഞാതമാണ്. അമ്പത്തൂരിലെ 4 വീടുകളിലും റോയൽപേട്ട, താമ്പരം എന്നിവിടങ്ങളിലെ 3 വീടുകളിലും ആഡ് ആന്റണി താമസിച്ചിരുന്നു. മോഷണത്തിന് പുറമെ സ്ത്രീകളായിരുന്നു ആഡ് ആന്റണിയുടെ ബലഹീനത. 20 സ്ത്രീകളെയാണ് ആന്റണി വിവാഹം ചെയ്തതെന്നാണ് വിവരം. കോടമ്പക്കത്ത് സിനിമാ മോഹവുമായി എത്തിയ സുന്ദരി മുതൽ കെട്ടുപ്രായം കഴിഞ്ഞ സെയിൽസ് ഗേൾ വരെ ആന്റണിയുടെ ഭാര്യയായി. ആന്റണിയെ തേടിപ്പോയ അന്വേഷണ സംഘത്തിന് ഇതുവരെ കണ്ടെത്താനായത് 20ഓളം ഭാര്യമാരെയാണ്. സ്ത്രീകളെ വലയിൽ വീഴ്ത്താൻ ബിസിനസ്സുകാരനായും കമ്പ്യൂട്ടർ പ്രൊഫഷണലുമായി വേഷമിട്ട ആഡ് ആന്റണി ജാതിയും മതവും മാറ്റി നവവരനാകുന്നതിൽ വിരുദ്ധനാണ്. ഒളിത്താവളങ്ങളിൽ സ്ത്രീ സ്പർശമേൽക്കാത്ത സ്ഥലങ്ങളില്ലെന്ന് അന്വേഷണ സംഘം സാക്ഷ്യപ്പെടുത്തുന്നു. കേരളത്തിലും ചെന്നൈയിലും മുംബൈയിലും വിശാഖപട്ടണത്തുമൊക്കെ ഒളിത്താവളങ്ങളിൽ ഭാര്യമാരെ കൂട്ടിയിരുന്നു. പോലീസ് ഡ്രൈവർ മണിയൻപിള്ളയെ കൊലപ്പെടുത്തി കേരളം വിടുമ്പോഴും സന്തത സഹചാരി സൂസനെ ഒപ്പം കൂട്ടിയിരുന്നു. സ്ത്രീകളെ വശീകരിക്കാനും സമ്മാനങ്ങൾ നൽകി സന്തോഷിപ്പിക്കാനുള്ള ഉപാധി കൂടിയായിരുന്നു ഓരോ കവർച്ചയും. 1-ലധികം സ്ത്രീകളെ ഒരേ സമയം വീട്ടിൽ പാർപ്പിക്കുക ആന്റണിയുടെ ശീലമായിരുന്നു.
കൊച്ചിയിൽ 3 പേരെ തീ കൊളുത്തിക്കൊന്ന കേസിലെ പ്രതിക്ക് വധശിക്ഷ. തമിഴ്നാട് സ്വദേശി തോമസ് ആൽവ എഡിസണിന് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ശിക്ഷാവിധി. എറണാകുളം ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ലോഡ്ജിൽ തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശികളായ വിജയ്, സുരേഷ്, ടെബി എന്നിവരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്ന കേസിലാണ് വിധി. ഇന്റീരിയർ ഡിസൈൻ കരാർ ജോലിക്കാരനായ തോമസ് ആൽവ എഡിസന്റെ ജോലിക്കാരാണ് കൊല്ലപ്പെട്ടവർ. 2009 ഫെബ്രുവരി 21 കേസിനാസ്പദമായ സംഭവം. ഇന്റീരിയർ ഡിസൈൻ കരാർ ജോലിക്കാരനായ തോമസ് ആൽവ എഡിസണിൽ നിന്ന് കുടിശ്ശികയായി ലഭിക്കാനുള്ള 14,000 രൂപയെ ചൊല്ലി വിജയ്, സുരേഷ്, ടെബി, ആൻഡ്രൂസ് എന്നിവർ ഇവർ താമസിക്കുന്ന ലോഡ്ജിൽ വെച്ച് രാത്രി തോമസ് ആൽവ എഡിസണുമായി വഴക്കുണ്ടാക്കിയിരുന്നു. ഇതിനുശേഷം പ്രതി നഗരത്തിലെ പെട്രോൾ പമ്പിൽ നിന്ന് 2 ലിറ്റർ പെട്രോൾ വാങ്ങി വഴക്കുണ്ടാക്കിയ മുറിയിൽ രാത്രി 1 തിരിച്ചെത്തി ഉറങ്ങിക്കിടക്കുകയായിരുന്ന 4 പേരുടെയും ദേഹത്ത് ഒഴിച്ച് തീ കൊളുത്തി പുറത്തുനിന്ന് പൂട്ടുകയായിരുന്നു. ഇതിൽ ആൻഡ്രൂസിന് ഗുരുതരമായി പൊള്ളലേറ്റുകയും ചെയ്തു. ആനവേട്ട കേസിൽ ഡൽഹിയിൽ നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത ആനക്കൊമ്പുകൾ കേരളത്തിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി. മണിക്കൂറുകൾ നീണ്ട കോടതി നടപടികൾക്ക് ശേഷം ഇവ വനം വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. ഇതിനിടെ ഉമേഷ് അഗർവാളിന്റെ മൊഴിയെ തുടർന്ന് ഇയാളുടെ 3 സഹായികളെ കൂടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. ന്യൂഡൽഹി സ്വദേശി ഉമേഷ് അഗർവാളിന്റെ വസതിയിൽ കേരളത്തിൽ നിന്നുള്ള വനപാലക സംഘവും ഡൽഹി പോലീസും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് 487 കിലോയോളം വരുന്ന ആനക്കൊമ്പുകൾ കണ്ടെടുത്തത്. കേരളത്തിൽ നിന്നുള്ള ആനക്കൊമ്പ് വിപണനത്തിലെ മുഖ്യ ഇടനിലക്കാരായ അജി ബ്രൈറ്റ്, ഈഗിൾ രാജൻ എന്നിവരിൽ നിന്നാണ് ഉമേഷ് ആനക്കൊമ്പുകൾ വാങ്ങിയത്. 20 കോടിയോളം വിലമതിക്കുന്ന ആനക്കൊമ്പുകൾ കഴിഞ്ഞ ദിവസം വിമാനമാർഗം കേരളത്തിലെത്തിച്ച് കോതമംഗലം കോടതിയിൽ ഹാജരാക്കി. മുദ്രവച്ച 28 പാക്കറ്റുകളിലാക്കി പ്രത്യേക വാഹനത്തിലാണ് ഇവ കോടതിയിലെത്തിച്ചത്. പിടിച്ചെടുത്ത ആനക്കൊമ്പുകളിൽ ഭൂരിഭാഗവും കേരളത്തിൽ വേട്ടയാടിയ ആനകളുടേതാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. ഇത് സ്ഥിരീകരിക്കുന്നതിനായി അന്വേഷണ സംഘം ഉമേഷ് അഗർവാളിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അതേസമയം ഉമേഷ് അഗർവാളിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാളുടെ സഹായികളായ ന്യൂഡൽഹി സ്വദേശി സുരേന്ദ്ര റാവത്ത്, ശില്പികളായ വിക്രമൻ, ഹേമന്ത് കുമാർ എന്നിവരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവിടെ വേട്ടയാടപ്പെട്ടിട്ടുള്ള എല്ലാ ആനകളുടെ കൊമ്പുകളും ഇപ്പോൾ ഒരു തന്നെ റിക്കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നായിട്ടും ഡൽഹിയിൽ നിന്നായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് റിക്കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് ഇനിയിപ്പോൾ ഏതാനും പ്രതികളും കൂടി പിടിയിലാവാനുള്ളൂ. ഉടനെ തന്നെ ആവുമെന്നുള്ളതാണ് പ്രതീക്ഷ. പോലീസ് ഫയൽസിൽ ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാഹന പരിശോധനയ്ക്കിടെ ചന്ദനമുട്ടികൾ പിടിച്ചെടുത്തു. ഊമയായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തയാൾ പിടിയിൽ. പോലീസ് ഫയൽസിലേക്ക് വീണ്ടും. വടകരയിൽ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ 7 കിലോയോളം ചന്ദനമുട്ടികൾ പിടിച്ചെടുത്തു. സംഭവത്തിൽ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. പിടിച്ചെടുത്ത ചന്ദനമുട്ടികൾക്ക് 1.5 ലക്ഷത്തോളം രൂപ വില വരും. മാഹിയിൽ നിന്ന് മദ്യം കടത്ത് വ്യാപകമാകുന്നുവെന്ന പരാതിയെ തുടർന്ന് എക്സൈസ് സംഘം പരിശോധന ശക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി ദേശീയപാതയിൽ മടപ്പള്ളിക്കടുത്ത് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ചന്ദനമുട്ടികൾ കടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. KSRTC ബസ്സിൽ കടത്തിക്കൊണ്ടുവരുന്നതിനിടയിലാണ് 7 കിലോയോളം വരുന്ന ചന്ദനമുട്ടികൾ പിടികൂടിയത്. പിടിച്ചെടുത്ത ചന്ദനമുട്ടികൾക്ക് 1.5 ലക്ഷത്തോളം രൂപ വില കണക്കാക്കുന്നു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ MK മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. KSRTC ബസ്സിൽ പരിശോധനയുണ്ടാവില്ലെന്ന് കരുതിയാണ് ചന്ദനമുട്ടികൾ ബസ്സിൽ കയറ്റിക്കൊണ്ടുവന്നത്. സംഭവത്തിൽ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ബാലകൃഷ്ണനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇയാളെ പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഇയാൾ കാരിയർ മാത്രമാണെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. ചന്ദനമുട്ടികൾ കൊയിലാണ്ടിയിലെത്തിച്ച് മറ്റൊരാൾക്ക് കൈമാറുകയായിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ചന്ദനക്കടത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് സൂചന ലഭിക്കുമെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കരുതുന്നു. മാഹിയിൽ നിന്നുള്ള വിദേശ മദ്യക്കടത്ത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുട്ടുങ്ങൽ ഇലക്ട്രിസിറ്റി ഓഫീസിന് മുമ്പിൽ വെച്ചിട്ട് നമ്മൾ വാഹന പരിശോധന നടത്തവേ കണ്ണൂർ ഭാഗത്ത് നിന്ന് കോഴിക്കോടേക്ക് പോവുകയായിരുന്ന KSRTC ബസ് പരിശോധിച്ചതിൽ തളിപ്പറമ്പ് സ്വദേശിയായ ഒരു ബാലകൃഷ്ണനെ നമ്മൾ പരിശോധിച്ചതിൽ അയാളെ കയ്യിലുണ്ടായിരുന്ന ബിഗ് ഷോപ്പറിൽ ഒളിപ്പിച്ച നിലയിൽ
ഉദ്ദേശം 6 കിലോ ചന്ദനമുട്ടികൾ കണ്ടെടുത്തു. അത് ടിയാനോട് ചോദിച്ചതിൽ ഇവന് യാതൊരു രേഖയൊന്നുമില്ല. അപ്പോൾ അനധികൃതമായിട്ട് കൊണ്ടുവന്നാണ് മനസ്സിലാക്കിയത് അടിസ്ഥാനത്തിൽ നമ്മളത് ടിയാന കസ്റ്റഡിയിലെടുത്ത് അതിൻ്റെ മാസ്റ്റർ തയ്യാറാക്കിയിട്ട് നമ്മളത് ഫോറസ്റ്റിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാസർഗോഡ് ഊമയായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉപ്പള ശാരദാനഗറിലെ സുരേഷാണ് പിടിയിലായത്. മഞ്ചേശ്വരം ഗേറ്റിനു സമീപം ശാരദാനഗറിലെ പ്രായപൂർത്തിയാകാത്ത ഊമയായ പെൺകുട്ടിയെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത സംഭവം 15 ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഇതു സംബന്ധിച്ച വാർത്തയെ തുടർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രേംരാജാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് പെൺകുട്ടി പീഡനത്തിനിരയായത്. അയൽവാസിയായ സുരേഷ് പെൺകുട്ടിയെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു പരാതി. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അമ്മയും മറ്റു 2 സഹോദരരും സംസാരശേഷിയില്ലാത്തവരാണ്. അച്ഛൻ മാനസിക രോഗിയും. വൈദ്യപരിശോധനാ റിപ്പോർട്ടിൽ പെൺകുട്ടി പീഡനത്തിനിരയായതായി തെളിഞ്ഞിരുന്നു. നാട്ടുകാരും പൊതുപ്രവർത്തകരും ഇടപെട്ടതോടെയാണ് സംഭവം പുറലോകം അറിയുന്നത്. അതേസമയം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡനത്തിനിരയായി എന്ന പരാതി കിട്ടിയിട്ടും ഉടൻ വൈദ്യപരിശോധന നടത്താൻ പോലീസ് തയ്യാറാകാത്തതിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. മൊബൈൽ ഫോണിലൂടെ മുക്കുപണ്ടം തട്ടിപ്പ് നടത്തി വരുന്ന സംഘത്തെ കൊല്ലം ചവറ പോലീസ് തെരയുന്നു. ഹൈദരാബാദ് കേന്ദ്രമാക്കിയുള്ള സംഘമാണ് കൊല്ലം ജില്ലയിൽ നിരവധി പേരെ സ്വർണ്ണാഭരണ തട്ടിപ്പിന് ഇരയാക്കിയത്. ഹൈദരാബാദിൽ നിന്നും പെൺകുട്ടിയുടെ മനോഹരമായ ശബ്ദം മലയാളത്തിൽ മൊബൈൽ ഫോണിലൂടെ കേൾക്കുമ്പോൾ തന്നെ പലരും വലയിൽ വീഴും. സ്വർണം സമ്മാനമായി കിട്ടുമെന്ന് കേട്ടാൽ മയങ്ങി വീഴുമെന്ന് തീർച്ച. ഹൈദരാബാദ് കേന്ദ്രമായുള്ള വാഷ് എന്റർപ്രൈസസ് എന്ന സ്ഥാപനം നടത്തിയ നറുക്കെടുപ്പിൽ താങ്കളുടെ ഫോൺ നമ്പറിന് 2 പവന്റെ സ്വർണ്ണാഭരണം സമ്മാനമായി ലഭിച്ചുവെന്നാണ് ഫോണിലൂടെ സ്ത്രീ ശബ്ദം അറിയിക്കുന്നത്. സമ്മാനം വേണ്ടത് പറഞ്ഞാലും പാഴ്സലായി ആഭരണം വീട്ടിലെത്തും. ആഭരണം കാണത്തക്ക രീതിയിലായിരിക്കും പാക്ക് ചെയ്തിരിക്കുക. ലഭിച്ച സമ്മാനത്തിന് 1000 രൂപ നൽകിയാൽ മതിയാകും. എന്നാൽ പാഴ്സൽ വാങ്ങി പരിശോധിക്കുമ്പോഴാണ് ഉപഭോക്താവ് തട്ടിപ്പിനിരയായി എന്ന വിവരം അറിയുന്നത്. ചവറ ഇടപ്പള്ളിക്കോട്ട വട്ടിയാട്ട് ഹൗസിൽ മുഹമ്മദ് റഫീഖിന് ലഭിച്ച പാഴ്സലിൽ ഉണ്ടായിരുന്നത് മുക്കുപണ്ടമായിരുന്നു. ഇയാൾ പിന്നീട് ചവറ പോലീസിൽ പരാതി നൽകി. രാവിലെ ഒരു ഫോൺ കോൾ വന്നു. അതുപോലെ ഹൈദരാബാദിൽ നിന്നാണ് ഒരു മലയാളിയാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു പാഴ്സൽ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അറിയാം അത് പിന്നെ ഇതുപോലെ കള്ളത്തരമാണെന്നറിയാം. അതുപോലെ 1000 രൂപ നമ്മൾ അവിടെ ഈ പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കണമെന്നും അപ്പോൾ അതിനകത്ത് പാഴ്സലിനകത്ത് ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ 2 ഗ്രാം ഗോൾഡ് അടിച്ചെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഏരിയയിൽ വളരെ ഇതുപോലെ ഒരുപാട് പേർക്ക് ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1000 രൂപ അടച്ച് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങുമ്പോൾ അതിനകത്ത് നിന്ന് പിന്നെ ഈ 35 രൂപ വരെയുള്ള മാലയും അതുപോലെ തന്നെ കള്ളത്തിനുള്ള പല രീതിയിലുള്ള സാധനങ്ങളാണ് അതിനകത്തിരിക്കുന്നത്. വില കുറഞ്ഞത്. ചവറ കരുനാഗപ്പള്ളി ഭാഗങ്ങളിൽ നിരവധി പേർ ടെലിഫോണിലൂടെയും മൊബൈൽ ഫോണിലൂടെയും മുക്കുപണ്ടം പാഴ്സൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് വിവരം. ഇടുക്കി കട്ടപ്പനയിൽ 5 വ്യാപാര സ്ഥാപനങ്ങളിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട 15കാരനടക്കം 3 പേർ പിടിയിൽ. CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. തങ്കമണി, നീലിവയൽ, പുത്തൻപുഴയ്ക്കൽ വിപിൻ, കുന്തളംപാറ ശാന്തിപ്പടി ആലപ്പാട്ട് സുനിൽ, ഇരട്ടയാർ ശാന്തിഗ്രാം സ്വദേശിയായ 15കാരൻ എന്നിവരാണ് പിടിയിലായത്. പള്ളിക്കവലയിലെ ഇന്ത്യൻ ബസാർ, TB ജംഗ്ഷനിലെ കോഫി ബാർ, മാരേജ് ബ്യൂറോ, പച്ചക്കറിക്കട, സെന്റ് ജോർജ് LP സ്കൂളിന് സമീപത്തെ കോഫി ബാർ എന്നിവിടങ്ങളിലായിരുന്നു മോഷണം. ഇന്ത്യൻ ബസാറിൽ നിന്ന് 6000 രൂപയും CCTV ക്യാമറ മാരേജ് ബ്യൂറോയിൽ നിന്ന് 2000 രൂപയും മറ്റിടങ്ങളിൽ നിന്ന് ചെറിയ തുകകളുമാണ് മോഷ്ടിച്ചത്. ഇന്ത്യൻ ബസാറിൽ സ്ഥാപിച്ചിരുന്ന ഒരു ക്യാമറ ഇവരുടെ കണ്ണിൽ പെട്ടിരുന്നില്ല. ഇതിൽ പതിഞ്ഞ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. SI അബ്ദുൾ ഷുക്കൂർ, ASI N റജി, SCPOമാരായ ടോമി ജോസഫ്, TK ജോഷി, G പ്രകാശ്, DGP വർഗീസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. നാദാപുരത്ത് നിന്ന് വടിവാളുകൾ പിടികൂടി. കൊല്ലത്ത് കുട്ടിക്കള്ളന്മാർ പിടിയിൽ. കാണാം ഇടവേളയ്ക്ക് ശേഷം. പോലീസ് ഫയൽസിലേക്ക് വീണ്ടും.
നാദാപുരത്ത് തെരുവൻ പറമ്പിലെ കുറ്റിക്കാട്ടിൽ നിന്ന് 3 PVC പൈപ്പുകളിൽ ഒളിപ്പിച്ച നിലയിൽ 15 വടിവാളുകൾ കണ്ടെത്തി. SI PT രാജേഷിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആയുധശേഖരം കണ്ടെത്തിയത്. നാദാപുരം തെരുവൻപറമ്പിലെ പൂരോത്തുമുക്കിലെ ആളൊഴിഞ്ഞ കുറ്റിക്കാട്ടിൽ നിന്നാണ് 3 PVC പൈപ്പുകളിൽ ഒളിപ്പിച്ച നിലയിൽ 15 വടിവാളുകൾ കണ്ടെത്തിയത്. 49 സെന്റിമീറ്റർ നീളമുള്ള 10 വടിവാളുകളും 60 സെന്റിമീറ്റർ നീളമുള്ള 5 വാളുകളുമാണ് കണ്ടെത്തിയത്. നാദാപുരം SI PT രാജേഷിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആയുധശേഖരം കണ്ടെത്തിയത്. രാഷ്ട്രീയ സംഘർഷം നിലനിന്നിരുന്ന നാദാപുരത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയധികം ആയുധശേഖരം കണ്ടെത്തുന്നത്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആയുധശേഖരം കണ്ടെത്തിയ സാഹചര്യത്തിൽ നാദാപുരം മേഖലയിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. കൊല്ലം കൊട്ടിയൂരിൽ 2 കുട്ടിക്കള്ളന്മാർ പിടിയിലായി. പെൺവേഷം ധരിച്ചെത്തിയ 8 പേർക്കൊപ്പമാണ് ഇവർ പതിവായി മോഷണം നടത്തിയിരുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ ഗൃഹോപകരണങ്ങളും ഇവരിൽ നിന്ന് കണ്ടെടുത്തു. കൊട്ടിയത്ത് 199 രൂപ മഹാത്ഭുതമെന്ന പരസ്യ ഫ്ലെക്സ് വെച്ച കടയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അരങ്ങേറിയ മോഷണ പരമ്പരയ്ക്ക് തിരശ്ശീല വീണത്. സ്റ്റാളിനുള്ളിൽ അടുക്കള ഉപകരണങ്ങൾ മുതൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വരെയാണ് വിൽപ്പന നടത്തി വന്നിരുന്നത്. കട നടത്തിപ്പുകാരൻ ഉൾപ്പെടെ 16 വയസ്സ് പ്രായമുള്ള 10ലധികം സ്റ്റാഫുകൾ സ്റ്റാളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടേക്കാണ് കഴിഞ്ഞ രാത്രി ഒരു ചുരിദാർ ധരിച്ച പെൺകുട്ടി എത്തുന്നത്. എന്നാൽ കടയുടെ മുൻവശം അടച്ചിരുന്ന ചാക്കുമാറ്റി അകത്തേക്കെത്തിയ പെൺകുട്ടിയെ സംശയിച്ച കടയുടമ കൈയോടെ പിടികൂടുകയായിരുന്നു. എന്നാൽ പിടിക്കപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ ആൺകുട്ടിയായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമായി. പെൺകുട്ടിയുടെ വേഷം ധരിച്ചെത്തുന്ന ഈ കുട്ടി രാത്രി മോഷണം നടത്തി കടന്നുകളയുകയാണ് പതിവ്. പെൺകുട്ടിയുടെ വേഷം ധരിച്ചെത്തിയാൽ പെട്ടെന്ന് ആരും കീഴ്പ്പെടുത്തില്ല എന്നതാണ് കുട്ടിമോഷ്ടാവ് ഈ വേഷം ധരിക്കാൻ കാരണം. കടയിൽ നിരവധി ദിവസങ്ങളായി സാധനങ്ങളുടെ സ്റ്റോക്ക് കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും കാരണമറിയാതെ ബുദ്ധിമുട്ടുകയായിരുന്നു കടയുടമ. പിന്നീടാണ് തൻ്റെ കടയിൽ ജോലി ചെയ്യുന്ന 8 പേരടങ്ങുന്ന സംഘമാണ് ഇവിടെ പതിവായി മോഷണ പരമ്പര നടത്തിയതെന്ന് മനസ്സിലാക്കിയത്. രാത്രി ഏകദേശം ഒരു 12:30 ഒരു പയ്യൻ 15 വയസ്സ് 16 വയസ്സ് വരും സ്ത്രീ വേഷത്തിൽ, സ്ത്രീകളെ തോൽപ്പിക്കുന്ന വേഷത്തിൽ അതേ ഭാവത്തോടുകൂടി ഈ കടയ്ക്കുള്ളിലേക്ക് വരികയും ഇവിടെ നിന്ന് പൈസ മോഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ പയ്യൻ മയക്കുമരുന്നിന് അടിമയാണെന്ന് തോന്നുന്നു. ഈ പയ്യനെ ഇവർ തടഞ്ഞു നിർത്തി എന്നെ വിളിച്ചു. ഞാൻ ആ സമയത്ത് ഇവിടെ ഓടി വന്നു. പിന്നെ അവരെ ചോദ്യം ചെയ്തു. എന്നിട്ട് ഇവൻ്റെ കൂടെയുള്ള ഈ സ്ഥാപനത്തിൽ നിൽക്കുന്ന ഒരു പയ്യനും അവരുടെ കൂടെ 8ഓളം 10, 15, 16 വയസ്സുള്ള കുട്ടികളും ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ട്. ഇവരെല്ലാം മയക്കുമരുന്നിന് അടിമകളാണ്. ഇവരിവിടെ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ പല പ്രാവശ്യമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രിയിൽ കടയിലെത്തിയ മോഷ്ടാവിനെ കുറിച്ച് കടയുടമ ഉടൻ തന്നെ പൊതുപ്രവർത്തകനായ സജീവ് ഖാനെ വിവരമറിയിച്ചു. തുടർന്ന് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊട്ടിയം പോലീസിനെ വിവരമറിയിച്ച ശേഷം പിടിയിലായ 16കാരനെയും കൂട്ടാളിയെയും പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. വളാഞ്ചേരിയിലെ ഗ്യാസ് ഏജൻസി ഉടമ വിനോദിനെ കൊലപ്പെടുത്തിയ കേസിൽ വിനോദിന്റെ ഭാര്യ പിടിയിലായി. വിനോദിന്റെ കുടുംബ സുഹൃത്തായ യൂസഫിനെ കൊണ്ടാണ് കൃത്യം നടത്തിയത്. വിനോദിന്റെ ഭാര്യ ജ്യോതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ കൊലപാതകം നടത്തിയത്. വളാഞ്ചേരിയിൽ ഗ്യാസ് ഏജൻസി നടത്തിയിരുന്ന കൊച്ചി ഇടപ്പള്ളി സ്വദേശി കുറ്റിക്കാടൻ വിനോദാണ് കഴിഞ്ഞ ദിവസം വെട്ടേറ്റ് മരിച്ചത്. വിനോദിന്റെ ശരീരത്തിൽ 38 വെട്ടുകളേറ്റിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് വിനോദിന്റെ ഭാര്യ ജ്യോതിയുടെ സുഹൃത്താണ് പിടിയിലായ യൂസഫ്. ജ്യോതിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതി കൊലപാതകം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. കുടുംബവഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. വിനോദിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഒരു കുട്ടിയുമുണ്ട്. ഇതാണ് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം. ഭാവിയിൽ വിനോദിന്റെ സ്വത്തുക്കൾ വീതം വെക്കേണ്ടി വരുമോ എന്ന ആശങ്കയാണ് ജ്യോതിയെ ഇതിന് പ്രേരിപ്പിച്ചത്. കൊലപാതകം നടത്തിയാൽ യൂസഫിന് ഫ്ളാറ്റ് നൽകാമെന്ന് ജ്യോതി വാഗ്ദാനം ചെയ്തിരുന്നതായും പോലീസ് അറിയിച്ചു. സംഭവ ദിവസം സന്ധ്യയ്ക്ക് 7 മണിയോടെ വളാഞ്ചേരിയിലെത്തിയ യൂസഫിനെ ജ്യോതി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. തുടർന്ന് വീട്ടിൽ കാത്തിരുന്ന യൂസഫ് രാത്രി 1:30 കൊലപാതകം നടത്തുകയും രക്ഷപ്പെടുകയും ചെയ്തു. അക്രമങ്ങൾക്കും അനീതികൾക്കുമെതിരെയുള്ള നിലയ്ക്കാത്ത ശബ്ദമായ പോലീസ് ഫയൽസിന്റെ ഈ ആഴ്ചയിലെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്.
ഞങ്ങൾ കാണാതെ പോയ കാഴ്ചകൾ അറിയിച്ച് പ്രേക്ഷകർക്കും പോലീസ് ഫയൽസിൻ്റെ യാത്രയിൽ പങ്കുചേരാം. ബന്ധപ്പെടേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, പോലീസ് ഫയൽസ്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചി 25. ഇമെയിൽ policefiles@jeevan.tv. ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളും സത്യത്തിൻ്റെ സമഗ്രതയുമായി പോലീസ് ഫയൽസ് ഇനി അടുത്ത വ്യാഴാഴ്ച രാത്രി 10:30. നമസ്കാരം.